ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഡെപ്റ്റ് ആയാലോ അതെ, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട്, ഇതെല്ലാം കമ്പനിയെ സംബന്ധിച്ച് ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനാണ്. അതായത് കരാറിൻ്റെ ബേസിലാണ് ഡെപ്റ്റും ഡിവിഡൻഡ്, പ്രിൻസിപ്പൽ എമൗണ്ട് എല്ലാം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. നമുക്കറിയാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. അത് ഡിവിഡൻഡ് ആയാലോ അതെ, ക്യാപിറ്റൽ ആയാലോ അതെ. എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് യാതൊരു പ്രിവിലേജ് ഒന്നുമില്ല. ദർ ഈസ് നോ സച്ച് പ്രിവിലേജ് ഇൻ ദ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് ആരാണോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. അവർ മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എത്രയാണോ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതിന് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ കമ്പനി മസ്റ്റ് ഏൺ ഓൺ ദ ഇക്വിറ്റി financed portion of an investment project in order to keep the market price of the shares unchanged. നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേസിലാണ്. ഏതൊക്കെ വേസിലാണ് നമുക്ക് നോക്കാം. 5 ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് അപ്രോച്ച്, ഏർണിംഗ് ഈൽഡ് മെത്തേഡ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇതാണ് 5 ടൈപ്സുള്ള നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. നമുക്ക് ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നത് ഓൺ ദി ബേസ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അതായത് പെർ ഷെയർ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു കമ്പനി പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കേണ്ടത് KE=D/NP. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർസ്, കമ്പനി ഓൾറെഡി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഷെയറിൻ്റെ കോസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് D/NP. ഇതാണ് 2 ഫോർമുല. KE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് KD എന്നും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ KP എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് KE എന്നാണ്. D എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ, NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ, MP മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണത് പെർ ഷെയറിലാണ്. മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഓൺലി വെൻ ദ കമ്പനി ഹാസ് സ്റ്റേബിൾ ഏർണിംഗ്സ് ആൻഡ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഈ മെത്തേഡ് എപ്പോഴും സ്യൂട്ടബിൾ ആവുന്ന ഒരു കമ്പനിക്ക് സ്റ്റേബിൾ ഏർണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് എ കമ്പനി ഇഷ്യൂസ് 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് at a premium of 10%. The company has been paying 20% dividend to equity shareholders for the past 5 years and expects to maintain the same in the future also. Compute the cost of equity capital. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡിൽ പറയുന്നത് വിൽ ഇറ്റ് മേക്ക് എനി ഡിഫറൻസ് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ₹160. അപ്പോൾ രണ്ട് ഫോർമുല വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യത്തെ ഫോർമുല എന്താ? KE=D/NP. അത് വെച്ചിട്ടാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ആദ്യം. അത് കഴിഞ്ഞ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് D/MP. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. അതായത് 160 മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ എത്രയായിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഈ 2 മെത്തേഡും വെച്ച് നമ്മൾ ചെയ്യണം. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഫോർമുല എഴുതാം. KE=D/NP. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ കമ്പനി ഇഷ്യൂസ് 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh rupees അല്ലേ. പിന്നെ പറയുന്നുണ്ട് ദ കമ്പനി ഹാസ് ബീൻ പേയിങ് 20% ഡിവിഡൻഡ്. അതായത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1,00,000 ഇൻറ്റു 20%. അപ്പം നമ്മൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 20,000 D കിട്ടി. ഇനി പെർ ഷെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 20,000 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 20 rupees നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയർ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് NP.
NP കണ്ടുപിടിക്കാൻ വേണ്ടി 100 ആണ് നമ്മുടെ ഒരു ഷെയറിൻ്റെ വാല്യൂ. അതിൻ്റെ കൂട്ടത്തിൽ 10% കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതായത് 100 + 10, അതായത് 110 റുപ്പീസ്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. K = D എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 20 / NP. NP മീൻസ് 110. അപ്പം നമുക്ക് എത്ര കിട്ടും? 0.188, അതായത് into 100. That means 18.18% is the KE, that is cost of equity. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പറയുന്നത് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 160 ആയി കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? അപ്പം നമുക്ക് വീണ്ടും കണ്ടുപിടിക്കണം. അതായത് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഷെയർ ഈസ് ₹160 അങ്ങനെ ആയി കഴിഞ്ഞ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്? K = D / MP. നമ്മൾ D നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. D എന്ന് പറഞ്ഞാൽ 20 / MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160. അപ്പം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.125, അത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 12.50%. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം നമ്മൾ രണ്ട് മെത്തേഡ് വെച്ച് നമ്മൾ കൺക്ലൂഷനായിട്ട് എഴുതാം. ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ₹160, ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ വിൽ ഗെറ്റ് റെഡ്യൂസ് ടു 12.50%. ഇങ്ങനെയാണ് ഡിവിഡൻഡ് പ്രൈസ് ഓർ ഡിവിഡൻഡ് yield മെത്തേഡ് പ്രകാരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കേണ്ടത്. മെത്തേഡ് ഈസ് ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ഈ മെത്തേഡ് നോർമലി ഒരു ഫേം യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് ഗ്രോ ചെയ്യണത്, അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കോൺസ്റ്റൻറ്റിലാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണാനുള്ള ഫോർമുല K = D1 / NP + G, അല്ലെങ്കിൽ D × 1 + G / NP + G. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് വഴിയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇപ്പോൾ NPക്ക് പകരം നമുക്ക് മാർക്കറ്റ് പ്രൈസാണ് തന്നിട്ടുണ്ടെങ്കിൽ K = D1 / NP + G. ഇതിൽ G എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്, NP മീൻസ് നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ, D1 മീൻസ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ, DO മീൻസ് പ്രീവിയസ് ഇയേഴ്സ് ഡിവിഡൻഡ്, MP മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലത്തിൽ 2 പാർട്ടാണുള്ളത്. ആദ്യത്തേൽ എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പാറിലാണ്. ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ബി 5% ഓഫ് ദ ഷെയർ പ്രൈസ്. ദ കമ്പനി പേസ് എ ഡിവിഡൻഡ് ഓഫ് ₹10 per share initially and growth in dividend is expected to be 5%. Compute cost of new issue of equity shares. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മെത്തേഡ് പ്രകാരമാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കേണ്ടത്. മാത്രമല്ല ഇവിടെ ന്യൂ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഫോർമുല മീൻസ് K = DO × 1 + G / NP + G. ആദ്യം തന്ന ഫോർമുല. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ₹150, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല K = D1 / MP + G. ആ ഫോർമുല വെച്ചാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സെക്ഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ K = D1 / NP + G. G മീൻസ് ഗ്രോത്ത് റേറ്റ്. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. D1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ദ കമ്പനി പേസ് എ ഡിവിഡൻഡ് ഓഫ് ₹10 പെർ ഷെയർ ഇനീഷ്യലി. അപ്പോൾ D1 മീൻസ് 10 / NP. NP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ₹100 പെർ ഷെയറിലാണ്. 100 മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5%. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
100ൻ്റെ 5% പ്ലസ് ഗ്രോത്ത് റേറ്റ് എത്ര തന്നിരിക്കുന്നത് 5%. അതായത് ഇത് ഡിവൈഡഡ് ബൈ 95 പ്ലസ് 5 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.1552 ഇസിക്കൽ ടു 15.52%. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷനിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഇക്വിറ്റി ഷെയർ ഈസ് ₹150, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ K is equal to D1 divided by MP പ്ലസ് ഗ്രോത്ത് റേറ്റ്. ഇവിടെ നമ്മൾ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. ഇവിടെ മാർക്കറ്റ് പ്രൈസ് എത്ര തന്നിരിക്കുന്നത് 150 അല്ലേ? പ്ലസ് ഗ്രോത്ത് റേറ്റ് 5%. 5% തന്നു. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇതിന് 5% മീൻസ് 5 ഡിവൈഡ് ബൈ 100. അപ്പോൾ 6.67% പ്ലസ് 5%. ആൻസർ വരും 11.67%. ഇതാണ് മാർക്കറ്റ് പ്രൈസ് 150 ആകുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാം, വിത്ത് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ₹150, ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ വിൽ ബി റെഡ്യൂസ്ഡ് ടു 11.67%. അതായത് നമ്മുടെ 150 ആകുമ്പോൾ 11.67% അല്ലെങ്കിൽ 15.52% ആണ്. അതായത് മാർക്കറ്റ് പ്രൈസ് കൂടും തോറും നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറഞ്ഞു. ഇതാണ് നമ്മൾ കൺക്ലൂഷനായിട്ട് എഴുതേണ്ടത്.